ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ ഓസ്കാർ വേദിയിൽ പ്രദർശനം ഓസ്കാർ എന്താ പറയുക അക്കാഡമിയിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ കാര്യമായിട്ട് ഇത് മമ്മൂട്ടിയുടെ നേട്ടം, മമ്മൂട്ടിക്ക് അഭിമാനം എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഡയറക്ടർക്കും ഒക്കെ കഷ്ടപ്പാടുണ്ട്. ഇങ്ങനെ കുറേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഇതെല്ലാം കൂടെ മമ്മൂട്ടിയുടെ ക്രെഡിറ്റ് ആക്കി മാറ്റാൻ ആരായി കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്കറിയത്തില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, കേരളത്തിൽ ഇപ്പം ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ അവരിങ്ങനെ ആലോചിക്കും ആരെ കൊണ്ടൊക്കെ ചെയ്യിക്കണം, ഈ സിനിമ ആർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉടനെ മെയിൻ 2-3 ആൾക്കാരുടെ കാര്യം അല്ലേ. പക്ഷേ അവർ മമ്മൂട്ടിയെ കൊണ്ടേ ചെയ്യിക്കത്തുള്ളൂ. കാരണം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. 7-ാം നമ്പറും എല്ലാം തികഞ്ഞവനും കംപ്ലീറ്റും ഇന്നാൻഡാസും 1 ആൻഡ് ഉള്ളിയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ വീമ്പിളക്കി നടക്കുന്നവർക്കൊന്നും ഇതൊന്നും പറ്റത്തില്ല. ഇതിന് മുമ്പ് അങ്ങനെ ഒരുപാട് സിനിമകൾ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പം അംബേദ്കർ പോലത്തെ ഒരു മൂവിയിൽ ചാൻസ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു രൂപസാദൃശ്യമൊക്കെ വെച്ചിട്ട് അതും വളരെ ഗംഭീരമായിട്ട് രൂപസാദൃശ്യമുള്ള എത്ര പേരെ കിട്ടും അല്ലേ. അത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 140 കോടി ജനമുള്ള ഈ രാജ്യത്ത് എത്ര കോടി നടന്മാരുണ്ട് എന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും അത് ചെയ്യാൻ മമ്മൂട്ടിയെ തന്നെയാണ് അവർ ക്ഷണിക്കുന്നത്. പക്ഷെ മറ്റേ പുള്ളി ആർക്കും വേണ്ട, കൊള്ളാവുന്നവർക്കൊന്നും വേണ്ട. ഇവിടെ ഉള്ള കുറെ ജിത്തു ജോസഫ് ഡയറക്ഷൻ അറിയാത്ത കുറെ ഡയറക്ടർമാരുണ്ട്, കുറെ ഊളത്തരം കാണിച്ച് കിടക്കുന്ന കുറെ എണ്ണം തുടരും എന്നൊക്കെ പറഞ്ഞ പോലത്തെ പടങ്ങളൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഷാജി കൈലാസ് എടുത്തിട്ട് എന്തൊക്കെ ചെയ്യുന്ന കാണാം. പിന്നെ അങ്ങനെ കുറച്ച് ലൊടുക്ക് പരിപാടികളല്ലാതെ വേറെ സിനിമകൾ, കൊള്ളാവുന്ന സിനിമകൾ എല്ലാത്തിനും നടനുണ്ട്. 7-ാം നമ്പറാന്നാ പറയുന്നത്, 7-ാം കൂലി. അതൊന്നും ആലോചിക്കുക. അങ്ങനെ സിനിമ വരുമ്പോൾ അതിനകത്ത് കാസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മമ്മൂട്ടി അല്ലാതെ വേറെ ആരും ഇല്ല എന്ന് പറയുന്ന അവസ്ഥ ശരിക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ഇപ്പൊ ഡയറക്ടർമാർ എത്ര പേരുണ്ടായിട്ടും കാര്യമില്ലല്ലോ, നല്ലൊരു അഭിനയിക്കുന്ന ഒരു നടൻ വേണ്ടേ. പക്ഷെ എന്നാൽ നടന്മാർ എത്ര ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ, നടനാവുന്നത് നല്ലൊരു ഡയറക്ടറായി കിട്ടുമ്പോഴല്ലേ, നല്ല കഥകൾ വരുമ്പോഴല്ലേ അതൊരു കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും. അല്ലെങ്കിൽ ഈ സിനിമ നന്നാവുമ്പോഴല്ലേ കുറച്ചുകൂടി കൊള്ളാവുന്ന ക്വാളിറ്റി ഉള്ള ക്രൗഡിന്റെ ഒക്കെ മുന്നിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റുന്നത്. അതേസമയം മറ്റേതൊക്കെ ഇവിടുത്തെ ലോക്കൽ താങ്കടക്ക തില്ലം തില്ലം തണാങ്കടക്ക ഗാനമേള വൈബ MG ശ്രീകുമാർ, മോഹൻലാൽ. ഗാനമേള അത്ര മോശം സംഭവമല്ല, എന്തായാലും അതിനപ്പുറത്തോട്ട് പോകാനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത സാധനങ്ങൾ ചെയ്താൽ ഇങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യാനാ. അതേസമയം ഈ മമ്മൂട്ടിയുടെ കേസ് വരുമ്പോൾ അങ്ങനെയല്ല. ഈ ഡാൻസ് കളിക്കത്തില്ല, ഫൈറ്റ് ചെയ്യാനൊന്നും അങ്ങനെ പറ്റുന്നില്ലെന്നൊക്കെ, ഫ്ലെക്സിബിൾ അല്ലെന്ന്. ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക, റബ്ബർ ബാൻഡ് എന്തിനാട്ടെ. ഈ അങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ അവരെ ചിന്തിക്കുമ്പോൾ തന്നെ ഇവിടെ കൊള്ളാവുന്ന ഡയറക്ടേഴ്സിന് അറിയാം, കൊള്ളാവുന്ന സിനിമ എടുക്കുന്നവർക്ക് അറിയാമെന്ന് ഇത് ആരെ കൊണ്ട് ചെയ്യിക്കണമെന്ന്. മറ്റേ കൊള്ളാത്ത ഈ തട്ടിത്തരിയുടെ ഉടായ്പ് തട്ടിക്കൂട്ട് ടീംസ് വരും. അപ്പൊ അവർ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യും. പിന്നെ അത് ഇന്ന ആളെ കൊണ്ട് ചെയ്യിച്ചാൽ തട്ടിക്കൂട്ടിന് പറ്റിയ ആളുകളുണ്ട്, ഇയാൾക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. ആൾക്കാരെ പറ്റിക്കാനും അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ചെയ്യാൻ, അത് മാർക്കറ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരാളുകളുണ്ട്. ആളെ പറ്റിക്കാൻ അറിയാവുന്ന ആളാണ്. ഇയാൾക്ക് കുറച്ച് മണ്ടന്മാരായ, തീരെ വിവരമില്ലാത്ത, വെളിവില്ലാത്ത, സെൻസ് ഇല്ലാത്ത കുറേ ഫാൻസ് ഉണ്ട്. അപ്പം അവരെ പറ്റിക്കാം എന്നൊരു ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ തിരക്കഥാകൃത്തോ ഒക്കെ ആലോചിക്കുവാണെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവും ഇവിടെ. അങ്ങനത്തെ സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വല്ലപ്പോഴുമാണ് ഇങ്ങനെയൊക്കെ ഒരെണ്ണം ചെയ്യാനായിട്ട്. ഇപ്പോൾ പൊന്തന്മാട അല്ലേ എന്തൊക്കെയായിരുന്നു ഇങ്ങനത്തെ സിനിമകൾ കണ്ടല്ലോ മമ്മൂട്ടിയുടെ. മൃഗയ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും ഒക്കെ അഭിനയിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന മമ്മൂട്ടി, ഈ മൃഗയെ മമ്മൂട്ടിയുടെ അത്ര ഒന്നും വരത്തില്ല. ഈ കണങ്കാവലൊക്കെ നെഗറ്റീവ് ചെയ്തെന്ന് പറഞ്ഞാൽ മൃഗയ സൂപ്പറാണ്. ഒട്ടുമീസ് ഒന്നും ആയില്ലെങ്കിൽ പോലും മറ്റേ 2 സിനിമകളൊക്കെ, ഇപ്പോൾ വിധേയൻ പോലത്തെ സിനിമയൊക്കെ നേരത്തെ തന്നെ മലയാളികളല്ലാത്ത ഒരുപാട് പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഡാൻസ് ആണല്ലോ എല്ലാം, അതും ചേപ്പ ഡാൻസ് കാണണം. മറ്റേ പുള്ളിയുടെ ഡാൻസ് ഒക്കെ എന്നാ വൃത്തികെട്ട ഡാൻസ്. ഇത്രയും വൃത്തികെട്ട ഡാൻസ് കളിച്ചിട്ട് പറയാം ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പൊ എന്താണേലും ഇങ്ങനൊരു അവസരത്തിൽ നമ്മളിതൊക്കെ ഓർക്കണം, നമ്മൾ ചിന്തിക്കണം ഇതിനെപ്പറ്റിയൊക്കെ. എന്തുകൊണ്ട് ഇത് മറ്റു ചിലർക്ക് പറ്റുന്നില്ല, എന്തുകൊണ്ട് മറ്റു ചിലരെ ആരും എടുക്കുന്നില്ല. ഇങ്ങനെ സിനിമ പോലും കിട്ടത്തില്ല, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഒരിക്കലും ഈ കിടന്ന് ഈ ലോക്കൽ ഇവിടുത്തെ അരി മേടിച്ചു കൊടുക്കുന്ന സീനോ അല്ലെങ്കിൽ വല്ല ഇതൊക്കെ കാണിക്കാനൊക്കെ ഇങ്ങനത്തെ ഉടായ്പൊക്കെ, ഇതൊക്കെയാണ് വലിയ സംഭവം. വിരൽ അഭിനയിച്ചെന്ന്, നഖം കൂടെ അഭിനയിച്ചെന്ന് കൂട്ട്, മുടി അഭിനയിക്കും. ഇതുപോലത്തെ ഊളത്തരം പറഞ്ഞ് നടക്കാനല്ലാതെ ഇയാളുടെ ഫാൻസിനും ഇയാളുടെ PR വർക്കിനും കൂടുതലൊന്നും സംഭവിക്കത്തില്ല. കയ്യിലില്ലൊന്നും. ഏത് കിരിമ എടുത്ത് കാണിക്കാനാ, കൊള്ളാവുന്ന സിനിമ വേണ്ടേ, അതാ പ്രശ്നം എടുത്ത്. അതുകൊണ്ട് ഈ ആരാധകർ ദുഃഖിതരായിരിക്കും. 100 കോടിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാം, 100 കോടി കയറി, 100 കോടി ക്ലബ് എന്നൊക്കെ. അതുകൊണ്ട് എത്ര കോടി ക്ലബ്ബിൽ കയറിയാലുണ്ടല്ലോ ചില ആൾക്കാർ ഈ തീട്ടം കാണത്തിലുള്ളൂ. അങ്ങനെ ഞാൻ ഈ തീട്ടത്തിന്റെ ഒന്നും ഇത്തിരി പടങ്ങളൊന്നും ഞാൻ കാണാറില്ല, തീട്ടപ്പടങ്ങൾ കണ്ടിട്ടേ ഇല്ല. 100 കോടി അല്ലാതെ 1000 കോടി കയറിയാലും കാണത്തില്ല. ആ പടത്തിന്റെ തീട്ടത്തിന് എത്ര ഉണ്ടെന്ന് നമുക്ക് ആ പടത്തിന്റെ ട്രെയിലറും ചെറിയ ക്ലിപ്പും കണ്ടാൽ മനസ്സിലാവും. പുലി മുയകയും ഇത്രയും പോരെ, മൂക്കട്ട വലിച്ച് തുപ്പുമ്പോൾ പുലിയാവുന്ന സീൻ, ഇങ്ങനെ
ഹൂ അത്രേ ഉള്ളൂ. മാത്രമല്ല അതിനകത്തെ പോസ്റ്റർ ഉണ്ട് ഇങ്ങനെ, നിങ്ങൾ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ എന്താന്ന്, ഇത് ഈ സൂപ്പർ ഹീറോ ലാൻഡിങ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് സ്ക്രീനെ നോക്കി കഴിഞ്ഞാൽ തീട്ടം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും, ഒരാൾ ഇങ്ങനെ തൂറി വെച്ചേക്കുന്ന പോലെ. അത് ഇങ്ങനെ നോക്കണം, ഇങ്ങനെ ആ ഒരു ഇങ്ങനെയാ പുള്ളി നിൽക്കുന്നത്. പക്ഷെ നമ്മളത് ഇങ്ങനെ കണ്ണിങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ തീട്ടം. അത്രേ ഉള്ളൂ ക്വാളിറ്റി, അല്ലാതൊന്നുമില്ല. ആ സിനിമയ്ക്ക് ആ ക്വാളിറ്റിയൊക്കെ ഉള്ളൂ. ഇവിടെ കുറെ ഊളകളുണ്ട്, എത്ര കിട്ടിയെന്ന് ആർക്കറിയാം. ശരിയാണോ? എന്തിലാട്ടെ, അങ്ങനത്തെ ഊളത്തിലൊക്കെ ഉള്ളന്നേ. ഇതങ്ങനെയാണോ? ആലോചിച്ച് നോക്കി. ഇതിനൊക്കെ എത്ര കോടി കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ പോലും കിട്ട കൊടുക്കത്തില്ല വേദി. അല്ല 100 കോടിയും കൊണ്ട് നേരെ അങ്ങോട്ട് കൊണ്ടിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കാണിക്കാന്ന് വെച്ചാൽ അവന്മാരെടുത്ത് 100 കോടി പോലും എടുത്ത് കളയും അവര്. ഈ തീട്ടമൊക്കെ എടുത്തുകൊണ്ടാണോ 100 കോടി കൊണ്ട് തന്നാൽ നീ തീട്ടം തിന്നോന്ന് ചോദിക്കും. അപ്പൊ അവരൊരു 200 കോടി എടുത്തിട്ട് ആ കൊണ്ടുവന്നവനിട്ട് കുറച്ച് തൂറി വെച്ചിട്ട് അത് തിന്ന്, എന്നിട്ട് നിനക്ക് കൊണ്ടുതരാന്ന് പറയും. അല്ല അവന്മാർ വല്ല തൂറി കൊടുക്കും, ഇത് നീ തിന്നാങ്കിൽ നിന്റെ സിനിമ ഇവിടെ കാണിക്കാന്ന് പറയും. അത്രയും ക്വാളിറ്റി ഇല്ലാത്ത പരിപാടി കൊണ്ട് ചെന്നാൽ അങ്ങനെയൊക്കെ ആൾക്കാർ പ്രതികരിക്കും. ഈ നാട്ടിലത്തെ പോലത്തെ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ ഉടായ്പ മാത്രമല്ലല്ലോ, പുറത്തുനിന്ന് ഉടായ്പല്ലേ അധികം നടക്കത്തില്ല. ഇവിടെ വെച്ചാൽ അങ്ങനെയല്ലല്ലോ. അവാർഡ് വരെ ഇങ്ങനെ കണ്ടില്ലേ അവാർഡ് കൊടുത്തത് ആർക്കാ? ഇവിടെ അവാർഡ് കൊടുത്ത കക്ഷിയുടെ സാധനം എങ്ങും എത്താത്ത കിടക്കുമ്പോൾ അവാർഡ് കിട്ടാത്തൊരാണ് പടം അവിടെ വരെ പോകുന്നെന്ന് പറയുമ്പോൾ ഈ അവാർഡിനകത്തുള്ള ആ ഒരു കുഴപ്പം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായേ. ഇനി ആരോടെങ്കിലും പറയണോ ഈ അവാർഡൊന്നും പോയി പൊക്കിക്കൊണ്ട് വരരുത്. അവാർഡ് ഇങ്ങനെയുള്ള പല രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും കിട്ടുന്നത്, അല്ലാതൊന്നും അല്ല. എന്നാൽ ഇവനൊക്കെ അവാർഡ് കിട്ടിയ പടം എടുത്തുകൊണ്ടെന്ന് വെളിയിൽ എവിടെയും ഒരു വേറൊരു മനുഷ്യനെ കൊണ്ട് കാണിക്കാൻ കൊള്ളാമോ? എന്തിന്? ആ രാജ്യത്ത് ഏതെങ്കിലും മൃഗങ്ങളെ കൊണ്ട് കാണിച്ചാൽ പോലും അതുകൊണ്ട് കടിക്കും നമ്മളെ. അത്ര വൃത്തികേടായിരിക്കുമെന്ന്. പുലിയൊക്കെ ഓടിച്ചിട്ട് കടിക്കും നമ്മളെ, ഒന്നും കടിച്ചു കൊല്ലും. അതേ സീനെ കണ്ടു കഴിഞ്ഞാൽ മൃഗങ്ങൾ പോയിട്ട് അവിടുത്തെ ഞാൻ നോക്കിയിട്ട് ഏജന്തുക്കൾക്ക് പോലും ഇഷ്ടപ്പെടത്തില്ലെന്ന്. അത്രയ്ക്ക് വൃത്തികേടാ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ, അതിന് ആ ക്വാളിറ്റിയേ ഉള്ളൂ. അത് പിന്നെ പൊക്കി പിടിച്ചോണ്ട് നടന്നാൽ ഒന്നും അങ്ങനെ പൊങ്ങത്തില്ല, മനസ്സിലായില്ലേ? ഇതൊന്നും ആരും അങ്ങനെ എന്താ പറയുക കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനമല്ല, ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് മേടിക്കുന്ന സാധനമല്ല. അത് ആ പ്രോഡക്റ്റിന്റെ വിലയാ. എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ ഇവിടെ കുറെ ആൾക്കാർ വണ്ടന്മാരുണ്ട്, അവന്മാരെ പറ്റിക്കുന്നത് ഒരു ക്വാളിറ്റി അല്ല. അതിന് തട്ടിപ്പുകാർക്കുടെ ബിസിനസ്, അത്രേ ഉള്ളൂ. ഒരു കള്ളൻ കുറെ മോഷ്ടിച്ചു എന്ന് പറയുന്നതിനകത്ത് എനിക്ക് വലിയ അതിശയം തോന്നുന്നില്ല. അങ്ങനെ വല്ലൊരു വന്ന് ഇപ്പോൾ ഒരുപാട് മോഷ്ടിക്കുന്ന ഒരുത്തിനെ കണ്ടു കഴിഞ്ഞാൽ അവന് കുറെ കാശുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരോടും അവൻ്റെ കാര്യം. ഇവിടെ മലയാളികളുടെ കാര്യം പറയാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാരാ. പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലെന്നേ. ഞാൻ ആ പടം കണ്ട് അന്ന് തൊട്ട് പറയുന്നുണ്ട് ഈ പടം ഭയങ്കര പടം, സിനിമ നല്ല രസമുണ്ട്, ആട്ടവും നല്ല സിനിമയാണ്. അതും വേണേ കൊണ്ട് കാണിക്കാം, പുറത്തെവിടെയൊക്കെ പല വേദികളിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്നതാണ്. അത് ഒരുപാട് അവാർഡുകൾ മേടിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ട്. അത് കഴിഞ്ഞല്ലേ തിയേറ്ററിലൊക്കെ ഇത് ഹിറ്റായത്. അത് നല്ല സിനിമയാണ്, കണ്ടിട്ടില്ലേ കാണും. പിന്നെ തിയേറ്റർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, റീമേക്ക് അല്ലെങ്കിൽ ഇത്, അതൊന്ന് കണ്ടു നോക്ക്. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ 7-ാം നമ്പറും 7-ാം കുഴി, ഈ 8-ാം മലയാളികളെ തീട്ടം കണ്ട മലയാളി തീട്ടങ്ങളുടെ ഇടയിലെ വലിയൊരു സെപ്റ്റി ടാങ്കിൽ ഏറ്റവും വലിയ പുഴുവിന് കുറെ ആരാധകർ, വലിയ പുഴുവായത് കൊണ്ടാണ് കുറെ തീട്ടം തിന്നുവന്ന പുഴു. അയ്യോ.